ഓക്കെ, നമുക്കിപ്പം അലി അക്ബർ ഷായുമുണ്ട്. അലി അക്ബർ ഷാ, നെടുമ്പാശ്ശേരിയിൽ യാത്രക്കാരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും ബദൽ സംവിധാനങ്ങൾ ഈ എയർലൈൻ ഏർപ്പാടാക്കി കൊടുത്തോ, അതോ ബുക്കിംഗ് തുടരുകയും കൂടുതൽ ആളുകൾ വന്ന് സർവീസ് ഇല്ല എന്നറിഞ്ഞ് അതിന്റെ ബുദ്ധിമുട്ടിൽ കഴിയുകയുമാണോ? എന്താണ് നെടുമ്പാശ്ശേരിയിലെ കാഴ്ച? സുജയ, ഗുരുതര പ്രതിസന്ധിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. നമ്മൾ വന്ന സമയം മുതൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും പറഞ്ഞ് യാത്രക്കാർ നമ്മളെ വന്ന് കാണുകയാണ്. കാരണം പല സ്ഥലങ്ങളിലേക്ക് പല ആവശ്യങ്ങൾക്ക് പോകേണ്ടിരുന്ന മനുഷ്യർ. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന രണ്ട് കുട്ടികൾ, ഒരാൾ 9ാം ക്ലാസ്സിലും ഒരാൾ 10ാം ക്ലാസ്സിലുമാണ്. നമ്മുടെ സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാൻ വേണ്ടി ഇൻഡോറിലേക്ക് പോകേണ്ട കുട്ടികളായിരുന്നു. ഈ രണ്ടു പേരുടെ ഫ്ലൈറ്റ് ഇത് റദ്ദായതിനെ തുടർന്ന് നാളെ നടക്കുന്ന മത്സരത്തിൽ ഇവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. കാരണം ഈ കുട്ടികൾ മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് ഈ സ്റ്റേറ്റ് ലെവലിൽ ഗോൾഡ് മെഡലിസ്റ്റുകളായ രണ്ട് കുട്ടികളാണ്. ഇപ്പോൾ എന്താ സാഹചര്യം? നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇതുവരെ എത്തി വന്നത്. പിന്നെ നമ്മൾ ഡേയ്സ് ഒഴിവാക്കാൻ വേണ്ടി 10 ആയതുകൊണ്ട് പഠിക്കണ ഡേയ്സ് കുറേ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈറ്റ് എടുത്തത്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇന്നത്തേക്ക് ആക്കിയെന്ന്. പിന്നെ ഇന്ന് വന്നപ്പോൾ പറഞ്ഞു റിജക്റ്റ് ആക്കിയെന്ന്. പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ ട്രെയിൻ എടുത്ത് പോവുകയാണെങ്കിലും നമുക്ക് നാളെയാണ് കോമ്പറ്റീഷൻ. 2 ദിവസം എടുക്കും ട്രെയിനിൽ പോകണമെങ്കിൽ, ഇൻഡോർ വരെ എത്തണമെങ്കിൽ. അപ്പോൾ എത്താൻ കഴിയില്ല. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തു എന്ന് തന്നെ പറയാമോ ഈ ഗോൾഡ് മെഡൽ? ഇനി വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. സ്റ്റേറ്റിന് മെഡൽ കിട്ടിയതുകൊണ്ട് കഴിഞ്ഞ സ്റ്റേറ്റിന് ഗോൾഡ് മെഡൽ കിട്ടിയതുകൊണ്ട് ഈ നാഷണലിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് റെഡി ആയിരുന്നു പോകാൻ വേണ്ടി. പക്ഷേ ഫ്ലൈറ്റ് ക്യാൻസൽ ആയ സ്ഥിതിക്ക് അടുത്ത വർഷം ശ്രമിക്കാനേ പറ്റുള്ളൂ. സുജയ, ഈ കുട്ടികളുടെ വിഷമം അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കാരണം അവർ സംസ്ഥാന തലത്തിൽ ഗോൾഡ് മെഡൽ നേടിയ രണ്ട് കുട്ടികൾ, അവരുടേതല്ലാത്തൊരു തെറ്റുകൊണ്ട് അവർക്ക് ഇനി നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സാഹചര്യം അവിടെ രക്ഷിതാവ്, കോച്ചൊക്കെ ഇവിടെയുണ്ട്. വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ കാണാം ഒരുപാട് ഈ ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്ന അയ്യപ്പന്മാർ ഇവിടെയുണ്ട്. ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും, ഹൈദരാബാദിൽ നിന്ന് വന്നവരുണ്ട്. ഇവിടെ ഒരു ചേട്ടനെ നമ്മൾ ഇന്നലെ അദ്ദേഹം വന്നതാണ് വിമാനത്തിന് വേണ്ടി. വെൻ യു റീച്ച് ദ എയർപോർട്ട്? Third night 7:30, third evening I will go to Visakhapatnam. 4th morning 8:30 I will there in airport. With your family, right? Kids are there. Two kids. I have two kids. Two kids to go to Sabarimala. Yes, I will came to 3 days. And TV scrolling is cancelled. There is no response from the... No response. No response. Yesterday, you will new ticket today. Today I will came 11:10. I will came to 11:10. Another board say no, cancel ticket. ഇതാണ് സുജയ സാഹചര്യം. വല്ലാത്തൊരു പ്രതിസന്ധി. ഇവിടെ കാണാം വലിയ ആൾക്കൂട്ടം. ഈ ക്യൂവിൽ നിൽക്കുന്ന മനുഷ്യർ ഈ റീഫണ്ട് പകുതിയെങ്കിലും അല്ലെങ്കിൽ ചെറിയ ശതമാനമെങ്കിലും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന മനുഷ്യരാണ് ഈ ക്യൂവിൽ കാണുന്നത്. കാണാം ഇൻഡിഗോയുടെ കൗണ്ടറുകളിൽ വലിയ ക്യൂ ഇങ്ങനെ തുടരുകയാണ്. വിമാനത്താവളത്തിലെ കൗണ്ടറാണ് നമ്മൾ കാണുന്നത്. ബുക്കിംഗ് തുടരുകയാണ്. പക്ഷേ ബുക്ക് ചെയ്തവർക്കൊന്നും പറക്കാൻ കഴിയില്ല. അതിനുള്ള വിമാന സർവീസുകളുമില്ല. ആ പ്രതിസന്ധി തുടരുകയാണ്. പരിഹരിക്കപ്പെടുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഇരട്ടി പ്രഹരമായി മറ്റ് വിമാന സർവീസുകളുടെ ടിക്കറ്റ് റദ്ദാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് വിമാന സർവീസുകൾ ആശ്രയിക്കാതെ നോക്കുമ്പോൾ അതിന്റെ നിരക്ക് കൂടുന്ന ഒരു സാഹചര്യമുണ്ടോ? അതുകൂടി നമുക്ക് പരിശോധിക്കണം.